സോളമൻ രാജാവിൻ്റെ ജ്ഞാനത്തിൻ്റെ കീർത്തി കേട്ട് എത്യോപ്യയിൽ നിന്നും തന്നെ കാണാൻ വേണ്ടി വന്ന ഒരു രാജ്ഞിയെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. ആ രാജ്ഞിയുടെ പേരായിരുന്നു ഷേബ. ഈ ഷേബ രാജ്ഞിയുടെ നാട് എന്ന് കരുതപ്പെടുന്നത് എത്യോപ്യ ആയിരുന്നു എന്നാണ് പറയുന്നത്. എത്യോപ്യയിൽ നിന്ന് അവർ സോളമൻ രാജാവിനെ കാണാൻ വേണ്ടിയിട്ട് ജെറുസലേമിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. ഈ എത്യോപ്യ എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ അബിസീനിയ എന്നറിയപ്പെട്ടിരുന്ന ഒരു രാജ്യമായിരുന്നു. ആ രാജ്യത്ത് കുറേ കാലമായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളും നൂറ്റാണ്ടുകളായിട്ട് പ്രവാസികളായിട്ട് കഴിഞ്ഞിരുന്ന ഒരു ജൂത വിഭാഗം ഉണ്ടായിരുന്നു. അവരെ പറയുന്ന പേരായിരുന്നു ബേദ ഇസ്രായേൽ. ഈ ജൂത വിഭാഗം എന്ന് പറയുന്നത് കറുത്ത വർഗ്ഗക്കാരായിരിക്കുന്ന ജൂതന്മാരായിരുന്നു. ഇവരുടെ സ്വപ്നം എന്ന് പറയുന്നത് ഇവരുടെ വാഗ്ദത്ത ദേശമായിരിക്കുന്ന ജെറുസലേമിലേക്ക് എത്തിച്ചേരുക എന്നുള്ള സ്വപ്നവും പേറി വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് പ്രവാസികളായിട്ട് ഈ പറയുന്ന എത്യോപ്യയിലും മറ്റുമൊക്കെ കഴിയുകയാണ്. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജൂതന്മാർക്കുള്ള ആചാരനിഷ്ഠകളെല്ലാം അല്ലെങ്കിൽ അവരുടെ ആചാര മര്യാദകളെല്ലാം കൃത്യമായിട്ട് തന്നെ പാലിച്ചു പോന്നിരുന്ന ഒരു വിഭാഗമായിരുന്നു ഇവരെ തന്നെ വിളിച്ചിരുന്ന പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ബേദ ഇസ്രായേൽ എന്ന് പറയുന്നത്. അങ്ങനെ 1948 ആയപ്പോഴേക്കും ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ലോകത്ത് രൂപീകരിക്കപ്പെട്ടു. ജൂതന്മാർക്ക് വേണ്ടിയിട്ട് ജൂതന്മാരുടേതായിരിക്കുന്ന ഒരു രാജ്യം അങ്ങനെ ലോകത്ത് സ്ഥാപിതമായി. ഈ വാർത്ത ഈ എത്യോപ്യയിലെ കറുത്തവരായിരിക്കുന്ന ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രത്യാശ നൽകുന്നതായിരിക്കുന്നു, വലിയ പ്രതീക്ഷ നൽകുന്നതായിരിക്കുന്ന ഒരു വാർത്തയായിരുന്നു. അവർ ചിന്തിച്ച കാര്യമെന്ന് പറഞ്ഞാൽ അവരുടെ പൂർവ്വപിതാവായിരിക്കുന്ന അബ്രഹാമിൻ്റെ മണ്ണിലേക്ക് അവർക്ക് മടങ്ങിപ്പോകാനായിട്ടുള്ള സമയം അടുത്തു എന്നവർ കരുതി. അതുപോലെ അവരുടെ വാഗ്ദത്ത ദേശമായിരിക്കുന്ന കാനാൻ ദേശമായിരിക്കുന്ന ഇസ്രായേലിലേക്ക് അവർക്ക് അങ്ങനെ മടങ്ങിപ്പോകാൻ കഴിയും എന്നുള്ള ആശയിൽ അവർ അങ്ങനെ കഴിയുകയാണ്. ആ സമയത്താണ് അവരുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് ഒരു വാർത്ത എത്തുന്നത്. അതായത് ആ കാലഘട്ടത്തിൽ ഇസ്രായേലിൽ പ്രമുഖരായിരുന്ന ചില റബ്ബികളുടെ വ്യാഖ്യാനങ്ങൾ, ഈ എത്യോപ്യൻ ജൂതന്മാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഇവർക്കെതിരായിരുന്നു. അവർ പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞാൽ ഈ എത്യോപ്യൻ ജൂതന്മാർ യഥാർത്ഥ ജൂതന്മാരല്ല എന്നുള്ള നിലയിൽ അന്നങ്ങനെ പല നിലകളിലുള്ള വ്യാഖ്യാനങ്ങൾ പുറത്തു വരികയുണ്ടായി. അതുകൊണ്ട് തന്നെ അന്നത്തെ ഇസ്രായേൽ ഗവൺമെൻറ് ഈ പറയുന്ന ജനവിഭാഗത്തെ ഈ എത്യോപ്യയിൽ നിന്ന് രക്ഷിച്ച് ഇസ്രായേലിൽ കൊണ്ടുവരാനുള്ള പദ്ധതികളിൽ നിന്ന് അല്പം പിന്നോട്ട് മാറുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവരുടെ ആശ അല്ലെങ്കിൽ അവർക്ക് ഇസ്രായേലിൽ വരണമെന്നുള്ള അവരുടെ ആഗ്രഹത്തിന് പിന്നെയും കാലതാമസം നേരിട്ടു എന്ന് കാണാനായിട്ട് കഴിയും. അങ്ങനെ ഒടുവിൽ 1973 കാലഘട്ടമായപ്പോഴേക്കും അന്നത്തെ പ്രധാനപ്പെട്ട യഹൂദന്മാരുടെ ചീഫ് റബ്ബിയായ ഒബാദിയ യൂസഫ് എന്ന് പറയുന്ന റബ്ബി ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി, ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. അതിങ്ങനെയാണ്: ഈ പറയുന്ന എത്യോപ്യൻ ജൂതന്മാരെന്ന് പറയുന്നത് യഥാർത്ഥ ജൂതന്മാർ തന്നെയാണ്, ഈ ജൂത സമൂഹത്തിൻ്റെ ഭാഗം തന്നെയാണെന്ന് അദ്ദേഹം അങ്ങനെ പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2 വർഷങ്ങൾക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 2 വർഷങ്ങൾക്ക് ശേഷം ഈ ഇസ്രായേൽ ഗവൺമെൻറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് പല ചർച്ചകൾ നടക്കുകയുണ്ടായി. അതായത് ഇവരെ രക്ഷിക്കുവാനായിട്ടുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുന്നൊരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നു. അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഈ എത്യോപ്യൻ ജൂതന്മാരെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള നിയമം അവർ പാർലമെൻറ്റിൽ പാസ്സാക്കുകയും ചെയ്തു. അങ്ങനെ അവരുടെ രഹസ്യാന്വേഷണ സംഘടനയായിരിക്കുന്ന മൊസാദിനെ ഈ ദൗത്യം ഏൽപ്പിക്കുവാനായിട്ട് തീരുമാനിച്ചു. എങ്ങനെയാണ് മൊസാദ് എത്യോപ്യൻ ജൂതന്മാരെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ആ ഭരണകൂടത്തിൻ്റെ കണ്ണ് വെട്ടിച്ച്, അവിടുത്തെ സൈനികരുടെ കണ്ണ് വെട്ടിച്ച് എങ്ങനെയാണ് മൊസാദ് ഇവരെ രക്ഷപ്പെടുത്തി ഈ ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് കൊണ്ടുവന്നത്? അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഏവർക്കും സ്വാഗതം. വർഷം 1977. അന്നത്തെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ആയിരുന്നത് മെനാക്കീം ബെഗിൻ ആയിരുന്നു. അന്നത്തെ മൊസാദിൻ്റെ ഡയറക്ടർ ആയിരുന്നത് ഹക്ക എന്ന് വിളിപ്പേരുള്ള ഇസാഖ് ഹോഫി ആയിരുന്നു. ഈ ഇസാഖ് ഹോഫിയെ മെനാക്കീം ബെഗിൻ തൻ്റെ ഓഫീസിലേക്ക് ഒരു ദിവസം വിളിച്ചു വരുത്തുകയാണ്. വിളിച്ചു വരുത്തിയിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഓർഡർ കൊടുക്കുകയാണ്. പറയുന്നതെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് എത്യോപ്യയിലുള്ള ജൂതന്മാരെ ഇസ്രായേലിൻ്റെ മണ്ണിൽ കൊണ്ടുവരണം. പ്രധാനമന്ത്രിയായ മെനാക്കീം ബെഗിൻ്റെ ഓർഡർ ഹക്കായിക്ക് കിട്ടി. അധികം താമസിയാതെ തന്നെ ഡേവിഡ് കിംഹി എന്ന് പറയുന്ന ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് മൊസാദിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറായ ഡേവിഡ് കിംഹി
എത്യോപ്യയുടെ തലസ്ഥാനമായിരിക്കുന്ന ആഡിസ് അബാബയിൽ അങ്ങനെ ചെന്നിറങ്ങുകയാണ്. ഈ ഡേവിഡ് കിംഹിയുടെ വരവിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അന്ന് എത്യോപ്യ ഭരിക്കുന്ന ഭരണാധികാരിയെ കാണുക എന്നുള്ളതാണ്. ഭരണാധികാരി എന്ന് പറയുന്നത് അന്ന് മെൻഗിസ്തു ഹേൽ മറിയം എന്ന് പറയുന്നതാണ് അന്നത്തെ എത്യോപ്യൻ ഭരണാധികാരി. ഏകാധിപതിയാണ്. അദ്ദേഹം ഭരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം അവിടെ ചെന്നിട്ട് ഇദ്ദേഹവുമായിട്ട് ഈ മെങ്കിസ്തുവുമായിട്ട് കണ്ട് സംസാരിച്ച് ഇസ്രായേലിൻ്റെ ആവശ്യം എന്താണെന്ന് പറയുക. ഈ എത്യോപ്യൻ ജൂതന്മാരെ എന്ത് ചെയ്യുക, ഇസ്രായേലിലേക്ക് കൊണ്ടുപോകുന്നതിന് ഭരണകൂടത്തിൻ്റെതായിരിക്കുന്ന സഹായം തങ്ങൾക്ക് ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ മെൻഗിസ്തുവിൻ്റെ അടുത്ത് ഡേവിഡ് കിംഹി ചെന്നിരിക്കുന്നത്. അദ്ദേഹം അപ്പോൾ മെൻഗിസ്തു പറയുന്ന ഒരു കാര്യമുണ്ടോ, ശരി ഞാൻ നിങ്ങളെ സഹായിക്കാം, പക്ഷേ ഒരു കണ്ടീഷൻ നിങ്ങൾ അംഗീകരിക്കണം എന്ന്. ആ കണ്ടീഷൻ പറയുന്നതിന് മുൻപായിട്ട് ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സമയത്ത് ഈ എത്യോപ്യയിൽ ഒരു വലിയ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സിവിൽ വാർ നടക്കുന്ന കാലഘട്ടമാണ്. ഈ സിവിൽ വാർ നടക്കുന്ന സമയത്താണ് ഈ ഡേവിഡ് കിംഹി ഈ മെൻഗിസ്തു എന്ന് പറയുന്ന ഭരണാധികാരിയെ കാണുവാനായിട്ട് അവിടെ ചെന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മെൻഗിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളെ സഹായിക്കാം, പക്ഷെ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സിവിൽ വാറിനെ അടിച്ചമർത്തുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ റിബലുകൾക്കെതിരായിട്ട് നിങ്ങൾ എന്നെ സഹായിക്കണം. അപ്പോൾ അവിടെ കിംഹി പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്കിതിൽ നേരിട്ട് നിങ്ങളെ സഹായിക്കാനായിട്ട് സാധിക്കില്ല, പകരം ഒരു കാര്യം ഞങ്ങൾ ചെയ്യാം, ഒരു കണ്ടീഷൻ ഞങ്ങൾ നിങ്ങളോട് പറയാം. അത് മറ്റൊന്നുമല്ല, ഇസ്രായേലിൽ നിന്നും പുറപ്പെടുന്ന ഹെർക്കുലീസ് കാർഗോ വിമാനങ്ങളിൽ ഈ സിവിൽ വാറിനെ അടിച്ചമർത്താനുള്ള ആയുധങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സപ്ലൈ ചെയ്യാം. ഈ ഹെർക്കുലീസ് വിമാനങ്ങൾ എത്യോപ്യയിൽ നിന്നും പറന്നുയരുന്ന സമയത്ത് ആ കാർഗോ വിമാനത്തിൽ നിറയെ ഇവിടെയുള്ള എത്യോപ്യൻ ജൂതന്മാരായിരിക്കും എന്ന് നിങ്ങൾ ഉറപ്പു നൽകണം എന്ന് പറഞ്ഞു. മെൻഗിസ്തു പിന്നെ ഒന്നും ആലോചിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ കണ്ടീഷൻ അംഗീകരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ അതുവരെയും അവിടെ പ്രവാസികളായിട്ട് കഴിഞ്ഞിരുന്ന ജൂതന്മാർക്ക് അവരുടെ വാഗ്ദത്ത ദേശമായിരിക്കുന്ന ഇസ്രായേലിലേക്ക് പോകാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും അങ്ങനെ ഒരുങ്ങി എന്ന് കാണാനായിട്ട് സാധിക്കും. നേരിട്ട് മറ്റ് പ്രതിസന്ധികളൊന്നും ഇല്ലാതെ ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടുകൂടി തന്നെ എന്ത് ചെയ്യാം, ഇസ്രായേലിലേക്ക് പോകാനായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ സാഹചര്യവും അവിടെ ഒരുങ്ങി. അതോടുകൂടി എത്യോപ്യൻ ജൂതന്മാർ അവരുടെ വാഗ്ദത്ത ദേശത്തേക്കുള്ള ആ പുറപ്പാട് അവിടെ ആരംഭിക്കുകയായിരുന്നു. എന്നാൽ ആ പുറപ്പാടിന്, ആ യാത്രയ്ക്ക് അധികകാലം ആയുസ്സുണ്ടായിരുന്നില്ല. ഇസ്രായേലിൻ്റെ വിദേശകാര്യ മന്ത്രിയായിരുന്ന മോശെ ദയാനിന് സംഭവിച്ച ഒരു നാക്കുപിഴയാണ്. 1978 അദ്ദേഹം സ്വിസ് ന്യൂസ് പേപ്പറിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ, ഒരു റിപ്പോർട്ടിൽ അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി, ഇസ്രായേൽ എന്ത് ചെയ്യുന്നു, മെൻഗിസ്തു ഭരണകൂടത്തിന് ആയുധങ്ങൾ കൈമാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആയുധം കൈമാറി അവരെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള നിലയിൽ ഒരു നാക്കുപിഴ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് പുറത്തു വരികയും അത് വലിയ വാർത്ത അന്ന് നേടുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഇത് മെൻഗിസ്തു ഭരണകൂടത്തിന് വലിയ ക്ഷീണമായി പോയി. കാരണം അന്ന് സോവിയറ്റ് ഭരണത്തിന് അല്ലെങ്കിൽ അന്നത്തെ ഭരണ ക്രമത്തിന് എതിരായിരുന്നു ഈ രഹസ്യമായിരിക്കുന്ന ആയുധ കച്ചവടം. അതുകൊണ്ട് തന്നെ മെൻഗിസ്തു പരസ്യമായിട്ട് രംഗത്ത് വരികയും പരസ്യമായിട്ട് ഇസ്രായേലുമായിട്ട് തങ്ങൾക്ക് അങ്ങനെ രഹസ്യമായിരിക്കുന്ന ബന്ധം, ആയുധ കൈമാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബന്ധമില്ല എന്ന് രഹസ്യമായിട്ട് അങ്ങനെ തള്ളിപ്പറയുകയും അന്നു മുതൽ ഇസ്രായേലുമായിട്ടുണ്ടായിരുന്ന ആ കണ്ടീഷൻ, ആ രഹസ്യ കണ്ടീഷൻ അങ്ങനെ അവിടെ അവസാനിപ്പിക്കുകയും ചെയ്തു. അതോടുകൂടി വീണ്ടും എത്യോപ്യൻ ജൂതന്മാരുടെ പ്രയാണം, അവരുടെ വാഗ്ദത്ത ദേശത്തിലേക്കുള്ള പ്രയാണം വീണ്ടും പ്രതിസന്ധിയിലായി. അവർക്ക് ഡയറക്റ്റ് എത്യോപ്യയിൽ നിന്നും ഇസ്രായേലിലേക്ക് എത്തുവാനായിട്ടുള്ള ആ പാത അങ്ങനെ അവിടെ കൊട്ടിയടക്കപ്പെടുകയാണ് ഉണ്ടായത്. കുറച്ച് നാളുകൾക്ക് ശേഷം മൊസാദിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഒരു ലെറ്റർ വരികയാണ്. ആ ലെറ്റർ അയച്ചിരിക്കുന്നത് സുഡാൻ്റെ തലസ്ഥാനമായിരിക്കുന്ന കാർത്തൂമിൽ നിന്നുമാണ്. ഫരീദ ആക്ലൂം എന്ന് പറയുന്ന ഒരു എത്യോപ്യൻ ജൂതനാണ് ആ ലെറ്റർ അയച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം മൊസാദിൻ്റെ ഒരു ഏജൻ്റാണ്. ഇദ്ദേഹം ഇപ്പോൾ സുഡാനിലാണ്. അവിടെ നിന്നാണ് ഇദ്ദേഹം ഈ കത്ത് അയച്ചിരിക്കുന്നത്. ഈ കത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എത്യോപ്യയിലുള്ള ജൂതന്മാർക്ക് ഇസ്രായേലിലേക്ക് വരുവാനുള്ള വഴികളെല്ലാം അടഞ്ഞു. അപ്പോൾ ഈ എത്യോപ്യയിലുള്ളവരെ സുഡാൻ വഴി രക്ഷിക്കുവാനായിട്ടുള്ള ഒരു എസ്കേപ്പ് റൂട്ട് താൻ കണ്ടെത്തിയിരിക്കുന്നു എന്നും പറഞ്ഞാണ് ഈ കത്ത് പുരോഗമിക്കുന്നത്.
പക്ഷേ ഇത് കാര്യങ്ങളെ വിലയിരുത്തിയ മൊസാദിനൊരു കാര്യം മനസ്സിലായി. എന്താണ്? ഈ സുഡാൻ എന്ന് പറയുന്നത് തങ്ങളുടെ ശത്രുരാജ്യമാണ്. ശത്രുരാജ്യം മാത്രമല്ല, മറ്റ് അനവധി പ്രതിസന്ധികളിലൂടെ ഇപ്പോൾ സുഡാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ മതപരമായിരിക്കുന്ന കലാപങ്ങളുണ്ട്, അതുപോലെ തന്നെ ഗോത്രങ്ങൾ തമ്മിലുള്ള കലാപങ്ങളുണ്ട്, ഇതിനിടയിൽ ക്ഷാമമുണ്ട്, പട്ടിണിയുണ്ട്, ഒരുപാട് റെഫ്യൂജി ക്യാമ്പുകൾ അവിടെ ഇങ്ങനെ തുറന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ റെസ്ക്യൂ മിഷൻ നടത്തുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തുക എന്ന് പറയുന്നത് ദുഷ്കരമാണെന്ന് മൊസാദിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ മൊസാദ് ആ ലെറ്ററുകൾക്ക് അങ്ങനെ മറുപടി ആദ്യം അങ്ങനെ അയച്ചില്ല. ഫരീദ ആക്ലം നിരവധി ലെറ്ററുകൾ മൊസാദിന് അയക്കുന്നുണ്ട്. ഒടുവിൽ മൊസാദ് തൻ്റെ ലെറ്ററുകൾക്ക് മറുപടി എന്നോണം മൊസാദിൻ്റെ തന്നെ ഒരു ഏജൻ്റ് ആയിരിക്കുന്ന ഡാനി ലിമോറിനെ സുഡാൻ്റെ ക്യാപിറ്റലായിരിക്കുന്ന ഖാർത്തൂമിലേക്ക് അയക്കുകയാണ്. ഖാർത്തൂമിലെ ഡാനി ലിമോർ ഈ ഫരീദ ആക്ലൂമിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ ഈ ഡാനി ലിമോർ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, സുഡാനിലുള്ള ജൂതന്മാരെ കണ്ടെത്തുക എന്നുള്ളത്. എന്നാൽ ആക്ലം ഇതിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇദ്ദേഹത്തിന് ഈ ജൂതന്മാരെ സുഡാനിൽ കണ്ടെത്താനായിട്ട്, എത്യോപ്യൻ ജൂതന്മാരെ സുഡാനിൽ കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. കാരണം ആ സമയത്ത് ഈ ക്ഷാമവും പട്ടിണിയൊക്കെ കാരണം എത്യോപ്യയിലുള്ള ജൂതന്മാരും ഈ സുഡാനിലെ അഭയാർത്ഥി ക്യാമ്പുകളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ആ ക്യാമ്പുകളിൽ ജൂതന്മാരെ തിരയാനായിട്ട് പോയത്. അവസാനം ഇത് പരാജയമാണെന്ന് കണ്ട മൊസാദ് ഡാനി ലിമോറിനെ തിരിച്ചു വിളിക്കുകയാണ്. അവിടുത്തെ ദൗത്യം അവസാനിപ്പിച്ച് ഇസ്രയേലിലേക്ക് മടങ്ങിപ്പോരുവാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഡാനി ലിമോർ തിരികെ സുഡാനിൽ നിന്നും ഇസ്രയേലിലേക്ക് ദൗത്യം ഉപേക്ഷിച്ച് സമയത്ത് മടങ്ങാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ഈ ആക്ലൂമിനെ വിളിച്ചിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളിവിടെ ജൂതന്മാരെ തിരഞ്ഞിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരാഴ്ച നിങ്ങൾക്ക് ഞങ്ങൾ സമയം തരാം. ഈ ഒരാഴ്ചക്കുള്ളിൽ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ദൗത്യം അവസാനിപ്പിച്ചിട്ട് ഇസ്രയേലിലേക്ക് മടങ്ങുക എന്നും പറഞ്ഞ് ആണ് ഡാനി ലിമോർ അവിടുന്ന് പോകുന്നത്. എന്നാൽ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഒരു എത്യോപ്യൻ ജൂതനാണ്. ഇദ്ദേഹം അങ്ങനെ തോറ്റ് പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആക്ലം ഓരോ റെഫ്യൂജി ക്യാമ്പുകൾ തോറും മാറി അദ്ദേഹം ഈ ജൂതന്മാരെ തിരഞ്ഞു നടന്നു. സ്ഥലങ്ങൾ മാറി സുഡാനിലുടനീളം അദ്ദേഹം ജൂതന്മാരെ തിരഞ്ഞു നടന്നു. പക്ഷേ അതിൻ്റെയൊക്കെ ഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരാശയായിരുന്നു. അദ്ദേഹത്തിന് ഒരു ജൂതനെ പോലും അവിടെ കണ്ടെത്തുവാനായിട്ട് സാധിച്ചു. ക്ഷീണിച്ച് അദ്ദേഹം അങ്ങനെ ഈ മിഷൻ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറല്ലായിരുന്നു. അദ്ദേഹത്തിന് ഒരു കാര്യം അറിയാമായിരുന്നു, താൻ ഇവിടെ പരാജയപ്പെട്ടിട്ട് തിരികെ ഇസ്രയേലിലേക്ക് അങ്ങനെ പോയാൽ ഈ മിഷൻ പിന്നീട് ഇവിടെ കണ്ടിന്യൂ ചെയ്യുകയില്ല. അതുകൊണ്ട് ആക്ലം എന്ത് ചെയ്തു, എത്യോപ്യൻ ജൂതന്മാരുടെ നീണ്ട നിര പേര് ഉൾപ്പെട്ട ഒരു വലിയ റിപ്പോർട്ട് മൊസാദിന് അയച്ചു കൊടുത്തു. ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം, ഞാൻ ഈ ജൂതന്മാരെ സംരക്ഷിച്ചുകൊണ്ട് സുഡാനിൽ കഴിയുകയാണ് എന്നാണ്. യഥാർത്ഥത്തിൽ ആ ജൂതന്മാരുടെ പേരും ആ ജൂതന്മാരും എന്ന് പറയുന്നത് എത്യോപ്യയിലെ ഗ്രാമങ്ങളിൽ വസിക്കുന്ന ജൂതന്മാരുടെ പേരാണ്. എന്നാൽ അദ്ദേഹം ഇതിലൂടെ മൊസാദിനോട് പറഞ്ഞത്, ഞാൻ എന്ത് ചെയ്യുന്നു, ഇവരെ സംരക്ഷിച്ചുകൊണ്ട് ഈ സുഡാനിൽ കഴിയുകയാണ് എന്നാണ് അവരോട് പറഞ്ഞത്. എന്നാൽ ഈ എത്യോപ്യൻ ജൂതന്മാരെ ഈ ആക്ലം ചെന്ന് കാണുകയും അവരോട് വാഗ്ദത്ത ദേശമായിരിക്കുന്ന ഇസ്രായേലിലേക്ക് പോകാനുള്ള ഒരു രഹസ്യ റൂട്ടിനെ കുറിച്ചും അദ്ദേഹം അവരോട് പറയുന്നുണ്ട്. ഇത് ഈ ജൂതന്മാർക്കിടയിൽ, ഈ എത്യോപ്യയിലെ ഗ്രാമങ്ങളിൽ വസിക്കുന്ന ജൂതന്മാർക്കിടയിൽ ഇതിങ്ങനെ കാട്ടുതീ പോലെ അങ്ങ് പടർന്നു. കാരണം അവർ ആകാംക്ഷയോടുകൂടി പ്രതീക്ഷയോടുകൂടി കരുതിയിരിക്കുന്ന ഒന്നാണ് അവരുടെ ദേശമായിരിക്കുന്ന ഇസ്രായേലിലേക്ക് പോകാനുള്ള ഒരു കാര്യം. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവർ കേൾക്കുന്നത്, ഈ പറയുന്ന ഗ്രാമവാസികൾ കേൾക്കുന്നത്. അത് ആ ഗ്രാമത്തിലുടനീളം അതങ്ങനെ പരന്നു. അങ്ങനെ ഗ്രാമത്തിലുള്ളവരെല്ലാവരും വാഗ്ദത്ത ദേശത്തേക്ക് പോകാനുള്ള ഒരു രഹസ്യ വഴിയെക്കുറിച്ചായി പിന്നെ ചർച്ച മുഴുവൻ. അതിനു വേണ്ടിയിട്ട് ആ വഴിയിലൂടെ തങ്ങളുടെ ആ ദേശത്തേക്ക്, അബ്രഹാമിൻ്റെ മണ്ണിലേക്ക് എത്തിച്ചേരാനുള്ള അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ആ ജനത ആരംഭിച്ചു. നീണ്ട കാലത്തെ പ്രവാസം അവസാനിപ്പിച്ച് ആഹാരമൊക്കെ പൊതിഞ്ഞു കെട്ടി കുടിവെള്ളമൊക്കെ ശേഖരിച്ച് തേനും പാലും ഒഴുകുന്ന അവരുടെ വാഗ്ദത്ത ദേശത്തിലേക്ക് പുറപ്പെടുവാൻ അവർ തയ്യാറായി. ഫരീദ് ആക്ലത്തിൻ്റെ നിർദ്ദേശപ്രകാരം എത്യോപ്യൻ സൈനികരുടെ കണ്ണ് വെട്ടിച്ച് എത്യോപ്യയുടെ അതിർത്തി കിടന്ന് മരുഭൂമിയിലൂടെയുള്ള അതിസാഹസികമായിരിക്കുന്ന യാത്ര അവരാരംഭിച്ചു. ഇവർ രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുകയും പകൽ സമയങ്ങളിലെ ഗുഹകളിലും പാറകളുടെ വിള്ളലുകളിലും ഇവരങ്ങനെ വിശ്രമിക്കുകയും ചെയ്യും. അതാണ് ഇവരുടെ രീതി. എന്നാൽ പലരും അതിൽ രോഗബാധിതരാകുകയും മരണപ്പെടാനും തുടങ്ങി.
മാത്രമല്ല ഈ സമയങ്ങളിൽ, യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ ഇവർക്ക് വെള്ളമില്ലാതാവുകയും കുഞ്ഞു കുട്ടികൾ തങ്ങളുടെ അമ്മമാരുടെ കരങ്ങളിൽ തന്നെ അങ്ങനെ മരണപ്പെട്ടു പോകുന്ന വളരെ പരിതാപകരമായിരിക്കുന്ന അവസ്ഥ അവർക്ക് കാണേണ്ടതായിട്ട് വരുന്നു. പിന്നെ ഈ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവരങ്ങനെ വിശ്രമിക്കുന്ന സമയങ്ങളിൽ മരുഭൂമിയിലെ വിഷപ്പാമ്പുകളുടെ കടിയേറ്റും അതുപോലെ തന്നെ വിഷത്തേളുകളുടെ കടിയേറ്റുമൊക്കെ അനേകരങ്ങനെ മരണപ്പെടാനായിട്ട് തുടങ്ങി എന്നതാണ് ആ യാത്രയുടെ ചരിത്രം. മാത്രമല്ല, ഇതിൽ അവശേഷിക്കുന്നവർ, മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട് ആ യാത്രയിൽ തുടരുന്നവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനായിട്ട് മരുഭൂമികളുടെ പാറകളുടെ ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന കൊള്ളസംഘങ്ങളുടെ കവർച്ചയ്ക്ക് ഇവർ ഇരയായിട്ട് തീരുന്നുണ്ട്. അങ്ങനെ അതിസാഹസികമായ യാത്രയാണ് ഇവർ നടത്തുന്നത്. ഈ യാത്രയുടെ തന്നെ ഭാഗമായിരുന്ന മെഹ്റേത്ത ബാറുഷ് എന്ന് പറയുന്ന ഒരു ഇസ്രയേലി ആക്ടറുണ്ട്. അവർ ഇസ്രയേലിലൊക്കെ ചെന്നതിന് ശേഷം പിന്നീട് ഈ യാത്രയുടെ സാഹസികതയെക്കുറിച്ച്, അതിൻ്റെ കഷ്ടതയെക്കുറിച്ച് അങ്ങനെ വിവരിച്ച് പറയുന്ന, ഓർത്ത് പറയുന്ന ഒരു രംഗമുണ്ട്, ഒരു കാര്യമുണ്ട്. അതിൽ അവർ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ സമയത്ത് അവർ ഓരോ ദിവസവും അങ്ങനെ രാത്രി യാത്ര ചെയ്യും. പിറ്റേ ദിവസം കുടുംബത്തിലുള്ളവരുടെയൊക്കെ എണ്ണമെടുക്കുന്ന സമയത്ത് അവരെ പലരെയും കാണാനില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ആ കാണാനില്ലാത്ത ആളെ തപ്പി ചെല്ലുന്ന സമയത്ത് അവരുടെ ശവശരീരങ്ങൾ ഈ മരുഭൂമിയുടെ മണ്ണിൽ അങ്ങനെ പൊതഞ്ഞു കിടക്കുന്ന നിലയിലാണ് പലരെയും കാണുന്നത് എന്നവർ. അത്ര ദാരുണമായിരിക്കുന്ന, അത്ര ദയനീയമായിരിക്കുന്ന, സങ്കടകരമായിരിക്കുന്ന, ഭയപ്പെടുത്തുന്ന ആ ഒരു യാത്രയായിരുന്നു അന്നത്തെ എത്യോപ്യൻ ജൂതന്മാർ തങ്ങളുടെ വാഗ്ദത്ത ദേശമായിരിക്കുന്ന ഇസ്രയേലിലേക്ക് നടത്തിയത് എന്ന് കാണാനായിട്ട്. വർഷം 1981 ആവുമ്പോൾ ദ ഹാഫിസ് എന്ന് അറിയപ്പെടുന്ന ഡാനി ലിമോറിൻ്റെ നേതൃത്വത്തിലുള്ള മൊസാദിൻ്റെ ഒരു ടീം സുഡാനിൽ ചെന്നിറങ്ങിയിരിക്കുകയാണ്. അവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ സുഡാനിലും പ്രത്യേകാൽ കാർത്തൂമിലുമൊക്കെയുള്ള റെഫ്യൂജി ക്യാമ്പുകളിൽ നിന്നും ഈ ജൂതന്മാരെ കണ്ടെത്തുക, അവരെ രക്ഷിക്കുക എന്നുള്ളതാണ് ഇവരിപ്പോൾ ചെന്നതിൻ്റെ ലക്ഷ്യം. അങ്ങനെ അവർ ചെല്ലുന്നു. അവിടുത്തെ റെഫ്യൂജി ക്യാമ്പുകൾ സന്ദർശിക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അവിടെ കുറേ ജൂതന്മാരുണ്ട്. ആ ജൂതന്മാർക്ക് നേരിട്ടിരിക്കുന്ന അതിദാരുണമായിരിക്കുന്ന ആ ദുരന്തത്തിൻ്റെ കഥയാണ് അവരവിടെ കേൾക്കാനും കാണാനും ഇടവരുന്നത്. അവിടെ ജൂതന്മാർക്ക് നേരെ വലിയ അക്രമങ്ങൾ അഴിച്ചുവിടുകയും അവരെ വല്ലാത്ത നിലയിൽ അവരെ ഭേദ്യം ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് അവിടെ അവർ കാണുന്നത്. പ്രത്യേകാല ജൂത സ്ത്രീകളെ അവിടെയുള്ളവർ അങ്ങനെ റേപ്പ് ചെയ്യുന്നതായിരിക്കുന്ന ആ ഒരു സാഹചര്യം. അതായത് ഈ റെഫ്യൂജി ക്യാമ്പുകൾ പലതും ഭരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഗുണ്ടകളായിരിക്കും. ആ ഗുണ്ടകൾ തന്നെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന സ്ത്രീകളെ അങ്ങനെ ബലാത്സംഗം ചെയ്യുന്ന അവസ്ഥ. അവരുടെ പെൺകുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുന്നു, തട്ടിക്കൊണ്ടുപോയിട്ട് ഇവർ മനസ്സിലാക്കുന്ന കാര്യം, അവിടെ ചെന്ന ആ ടീം ഇതിനെക്കുറിച്ച് അങ്ങനെ പഠിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് അവർക്കറിയാൻ കഴിഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ക്യാമ്പുകളിൽ നിന്ന് ഏതാണ്ട് 100ഓളം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതുപോലെയുള്ള ക്യാമ്പ് ഭരിക്കുന്ന ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. ഈ മാതാപിതാക്കളിൽ നിന്നുള്ളതും അതുപോലെ തന്നെ മറ്റ് അന്വേഷണത്തിലൂടെയും മൊസാദ് മനസ്സിലാക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കുട്ടികളെ സൗദി അറേബ്യയിലേക്ക് വിറ്റിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അവർക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അന്ന് എത്യോപ്യയിൽ നിന്നും ഈ സുഡാനിലെ ക്യാമ്പുകളിൽ അഭയാർത്ഥികളായിട്ട് വന്ന, അല്ലെങ്കിൽ അവിടെ റെഫ്യൂജി ക്യാമ്പുകളിൽ താമസിക്കുന്ന ജൂതന്മാരെ അയൽവാസികളായിട്ടുള്ളവരാണ് അങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്. എത്യോപ്യയിൽ തന്നെ ഉണ്ടായിരുന്ന, അവരുടെ പരിസരത്ത് താമസിച്ചിരുന്ന അയൽവാസികൾ ഈ റെഫ്യൂജി ക്യാമ്പിലുള്ള ജൂതന്മാരെ അങ്ങനെ ഇവർ ജൂതനാണ് എന്നങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് സുഡാനിലുള്ള പോലീസുകാർ ഈ ജൂതന്മാരെ വല്ലാതെ പീഡിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് അവിടെ വലിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ കൂടിയാണ് എന്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇവർക്കെതിരെ ഇങ്ങനെ പീഡനങ്ങളും അതുപോലെ തന്നെ ഇവരുടെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ആ ഒരു സ്ഥിതിവിശേഷമൊക്കെ ആ റെഫ്യൂജി ക്യാമ്പിൽ അങ്ങനെ അരങ്ങേറാനായിട്ട് ഇടവന്നത്. എന്നിട്ട് പോലും അവർ തങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിയുവാനായിട്ട് തയ്യാറല്ലായിരുന്നു. തങ്ങൾ ആകാംക്ഷയോടെ, തങ്ങൾ ആശയോടെ കാത്തിരുന്ന വാഗ്ദത്ത ദേശത്തിലേക്ക്, അബ്രഹാമിൻ്റെ മണ്ണിലേക്ക് എത്തിപ്പെടുന്ന ഒരു നാളെയും കാത്തുകൊണ്ട് അവരങ്ങനെ ആ എല്ലാ ഭേദ്യങ്ങളും എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ചുകൊണ്ട് അവരങ്ങനെ കാത്തിരുന്നു.